ഹലോ സ്റ്റുഡൻസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് വേറൊരു പാർട്ട് തന്നെയാണ് നമ്മൾ ഇന്നു മുതൽ പഠിക്കുന്നത്. സ്റ്റെപ്സിൻ്റെ പോർഷൻ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെപ്പിൻ്റെ എസ്റ്റിമേഷനും കൂടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമ്മൾ കോളേജിൽ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം, അതാണ് നല്ലത്. എന്നാൽ നിങ്ങൾക്ക് തന്ന ഇതുവരെ പഠിച്ച 2 സ്റ്റെപ്പും കൂടെ ഒന്നുകൂടെ ക്ലിയർ ആയിക്കോളും. ഓക്കെ, അതുകൊണ്ട് ഇനി നമ്മൾ അടുത്ത സെക്ഷനിലോട്ടാണ് കിടക്കുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുവാണെങ്കിൽ സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിനകത്ത് നമ്മൾ ഒരു 1 റൂംഡ് ബിൽഡിംഗ് വിത്ത് RCC ഫ്ലാറ്റ് റൂഫ് വരുമ്പോൾ നമ്മൾ എങ്ങനെ എസ്റ്റിമേഷൻ ചെയ്യും എന്നുള്ളതാണ് പഠിക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി ബിൽഡിങ്സ് വിത്ത് ഡോർസ്, വിൻഡോസ്, വെൻറ്റിലേറ്റേഴ്സ് ഇതൊക്കെ വരുമ്പോൾ പിന്നെ റൂഫുകൾ ചേഞ്ച് ആകുമ്പോൾ ഒക്കെ എങ്ങനെ എസ്റ്റിമേഷൻ ചെയ്യണം എന്നുള്ളത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. Prepare a detailed estimate for 1 roomed building dimension and specifications. ആ സ്പെസിഫിക്കേഷൻസ് കൊടുത്ത ഫിഗറാണ് ഈ കാണിക്കുന്നത്. ഇതിൽ ഈ കാണിച്ചേക്കുന്നത് അതിൻ്റെ ആ 1 റൂംഡ് ബിൽഡിങ്ങിൻ്റെ പ്ലാനാണ്. ഈ പ്ലാനിനകത്ത് നമുക്ക് വിൻഡോസ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് കബോർഡുകളാണ്. അതുപോലെ തന്നെ ഡി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ഡോറുകളുമാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് സ്റ്റെപ്സ് കാണിക്കുന്നുണ്ട്. സ്റ്റെപ്സ് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എസ്റ്റിമേഷൻ ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ അതിൻ്റെ ഫ്ലാറ്റ് റൂഫ് വരുമ്പം എങ്ങനെ ഇതിൻ്റെ എസ്റ്റിമേഷൻ ചെയ്യണമെന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇനി ഇത് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ സെക്ഷനാണ്, ക്രോസ് സെക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ക്രോസ് സെക്ഷനകത്ത് കുറേ ഡയമെൻഷണൽ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇതിൽ താഴെ കൊടുത്തേക്കുന്ന ഇപ്പോൾ നമ്മൾ സാധാരണ ബിൽഡിങ്ങുകൾ ചെയ്യുമ്പോൾ ഇത്രയും പോർഷൻ ക്രോസ് സെക്ഷനായിട്ട് തന്നിട്ടുള്ളതിൻ്റെ എസ്റ്റിമേഷനാണ് നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 1 റൂംഡ് ബിൽഡിംഗ് ആയതുകൊണ്ട് ആ ഫുൾ റൂമിൻ്റെ ക്രോസ് സെക്ഷനാണ് ഇവിടെ തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഒരു റൂമിൻ്റെ പോർഷൻ സെൻട്രലിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാവും കാണുക എന്നുള്ളതാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, അതിൽ ഈ സ്റ്റെപ്സിൻ്റെ പോർഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്, സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗം. പിന്നെ നമ്മൾ കയറി കഴിഞ്ഞ് ഫൗണ്ടേഷൻ്റെ ഭാഗമാണ് ഈ ഉള്ളിൽ കാണിച്ചിട്ടുണ്ട് 1 മീറ്റർ ഈ 60 സെൻറ്റിമീറ്റേഴ്സ് 45 സെൻറ്റിമീറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഡെപ്തുകളാണ്. ഓക്കെ, ദെൻ ഇവിടെ കൊടുത്തേക്കുന്നത് ഈ സെയിം ഫൗണ്ടേഷൻസ് തന്നെയാണ്, പക്ഷേ 30, 60 എന്നൊക്കെ കാണിച്ചേക്കുന്നത് ഇതിൻ്റെ ഹൈറ്റുകളാണ്. ഓക്കെ, അതായത് ബ്രെഡ്ത്ത്. ഇനി സാൻഡ് ഫില്ലിങ്ങിൻ്റെ പോർഷൻ കാണിച്ചിട്ടുണ്ട്, ദെൻ സ്ലാബ് ഫ്ലോറിങ് കാണിച്ചിട്ടുണ്ട്, ദെൻ റൂം ഹൈറ്റ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഈ പാരപ്പറ്റ് വരുന്നവരെയുള്ള പോർഷൻ, പാരപ്പറ്റല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതിനകത്ത് സൺഷെയ്ഡ് വരുന്ന പോർഷൻ വരെ എത്ര ഹൈറ്റാണ്, അത് കഴിഞ്ഞിട്ട് ലിൻറ്റൽ വരുമ്പോൾ ഉള്ള ലിൻറ്റലിൻ്റെ അതുവരെയുള്ള ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ പിന്നെന്താണ് ഈ പാരപ്പറ്റിൻ്റെ പോർഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, പാരപ്പറ്റ് ഒരു വേറെ സെക്ഷനായിട്ട് എസ്റ്റിമേഷൻ ചെയ്യാം. അതായത് നമ്മളെ റൂഫിൻ്റെ പോർഷൻ, അതല്ലാത്ത പോർഷൻ്റെ എസ്റ്റിമേഷൻ നമുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അതിനാദ്യം അവർ തന്നേക്കുന്ന സ്പെസിഫിക്കേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഫൗണ്ടേഷനിൽ എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ് തന്നിട്ടുള്ളത്? സിമെൻറ്റ് കോൺക്രീറ്റ് ആണ്, 1:4:8 ആണ്, വിത്ത് 40 mm സൈസാണ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡയമെൻഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. സോ 1 മീറ്റർ വിഡ്ത്ത് ആൻഡ് 0.3 മീറ്റേഴ്സ് തിക്നെസ്സാണ് തന്നിട്ടുണ്ട്. പിന്നെ RR മേസൺറി ആണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്രിക്ക് മേസൺറി, അതിൻ്റെ തിക്നെസ്, അതായത് വാൾ തിക്നെസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ബ്രിക്ക് മേസൺറി 1:6 വാൾ തിക്നെസ് 35 സെൻറ്റിമീറ്റേഴ്സും തന്നിട്ടുണ്ട്. ദെൻ ഡോർ എന്ന് പറയുന്നത് 1/2 മീറ്റേഴ്സിൻ്റെ ഡോറാണുള്ളത്. പിന്നെ വിൻഡോ 0.9/1.2 മീറ്റേഴ്സിൻ്റെ ഡോറാണുള്ളത്. പിന്നെ സീന്ന് ഡിനോട്ട് ചെയ്യുന്നത് കബോർഡാണെന്നുള്ളത് പിക്ചർ കാണിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കബോർഡ് 0.9/1.2 മീറ്റേഴ്സിൻ്റെ കബോർഡാണ് ചെയ്യുന്നത്. ദെൻ RCC ലിൻഡൽസിൻ്റെ തിക്നെസ് 15 സെൻറ്റിമീറ്റേഴ്സാണ്. ബിയറിങ് 22.5 സെൻറ്റിമീറ്റേഴ്സാണ്. ദെൻ സൺഷെയ്ഡ് എന്ന് പറയുന്നത് 45 സെൻറ്റിമീറ്റേഴ്സ് വിടുത്തും 75 mm തിക്നെസ്സും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. എൻഡിൽ 50 mm തിക്നെസ്സാണ്. അത് നമ്മൾ ഫിഗറിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ദെൻ റൂഫ് സ്ലാബ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ തിക്നെസ് വിത്ത് ഫുൾ ബിയറിംഗ് ആണ്. ഇനി പാരപ്പറ്റ് വാളിൻ്റെ കാര്യങ്ങളാണ് പറയണത്. ഇത് നമുക്ക് പാരപ്പറ്റ് വാളിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പാരപ്പറ്റിൻ്റെ എസ്റ്റിമേഷൻ ഇതിൻ്റെ തന്നെ അടുത്ത സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരും. ജസ്റ്റ് ഇപ്പോൾ ഡയമെൻഷൻസ് നോക്കി വയ്ക്കുക. പാരപ്പറ്റ് വാളിൻ്റെ ഡയമെൻഷൻസ് 23 സെൻറ്റിമീറ്റേഴ്സ് തിക്നെസ്സും
60 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റുമാണ്. ദെൻ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ കടപ്പ വെച്ചിട്ടുള്ള ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. സ്ലാബ് 50 mm തിക്നെസ്സാണ്. പിന്നെ 50 സെൻറ്റിമീറ്റേഴ്സ് പിന്നെ സാൻഡ് ബെഡ് 50 സെൻറ്റിമീറ്റർ തിക്നെസ്സിലാണ്. ദെൻ നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് നമ്മൾ സെൻട്രൽ ലൈൻ മെത്തേഡ് ചെയ്തത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ സെൻട്രൽ ലൈൻ മെത്തേഡ് ചെയ്യുമ്പോൾ ഓൾ റൗണ്ട് ഉള്ളതിൻ്റെ ഡയമെൻഷൻസ് ആണ് കാണാം. അപ്പോൾ 6 മീറ്റേഴ്സാണ് ഇതിൻ്റെ ലെങ്ത്ത്, 4 മീറ്റേഴ്സാണ് ഇതിൻ്റെ വിഡ്ത്ത്, 35 സെൻറ്റിമീറ്റേഴ്സാണ് എന്ത് വാൾ തിക്നെസ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓൾ റൗണ്ട് അതിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് എങ്ങനെ കാണുക? ഓൾ റൗണ്ട് അതിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് നമ്മൾ എങ്ങനെയാണ് അപ്പോൾ കാണുക? ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഈ ഓൾ റൗണ്ട് കാണാൻ വേണ്ടിയിട്ട്, സോറി സ്റ്റുഡൻസ് വീഡിയോ ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഓൾ റൗണ്ട് കാണുന്നതിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 6 മീറ്റേഴ്സാണ് അതിൻ്റെ ലെങ്ത്ത്, 4 മീറ്റേഴ്സാണ് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 35 സെൻറ്റിമീറ്റേഴ്സാണ് എന്ത് അതിൻ്റെ വാൾ തിക്നെസ്. അപ്പോൾ ലെങ്ത്ത് എങ്ങനെ വരിക? 6.35 വരും, 4.35 വരും. അപ്പോൾ ഇതെന്താണ്, രണ്ട് സൈഡിലും നമുക്ക് ലെങ്ത്തും വിഡ്ത്തും എടുക്കണം. സോ 2 × 6.35 + 4.35 നമ്മൾ സെൻട്രൽ ലൈൻ മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മളെ ലെങ്ത്ത് എത്രയാണ്? 21.4 മീറ്റേഴ്സാണ് നമ്മളെ ഓൾ റൗണ്ട് ലെങ്ത്ത്. ദെൻ ഇത്രയും ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ലെങ്ത്ത് കണ്ടുപിടിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനി ഡിസ്ക്രിപ്ഷൻ, അതായത് നമ്മൾ എസ്റ്റിമേഷനിലോട്ട് കിടക്കണം. എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വളരെ സിമ്പിൾ എസ്റ്റിമേഷനാണ്. ഈ ഫിഗർ കാണുന്ന അത്രയൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആസ് യൂഷ്വൽ എഴുതുന്ന പോലെ എർത്ത് വർക്ക് എക്സ്കവേഷൻ ആൻഡ് ഡെപ്പോസിറ്റിംഗ് ഓൺ ബാങ്ക് വിത്ത് ഇനീഷ്യൽ ലീഡ് ആൻഡ് ലിഫ്റ്റ് ഇൻ ഹാർഡ് ഗ്രാവലി സോയിൽസ് ഫോർ ഫൗണ്ടേഷൻസ്. ഇതിൽ ഓൾ അറൗണ്ട് ബിൽഡിങ്ങിൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 21.40 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദെൻ അടുത്തത് ഇവർ പറഞ്ഞേക്കുന്നത് എന്താണ്? ഇതിനകത്ത് നമുക്ക് ബ്രെഡ്ത്തും ഡെപ്ത്തും കണ്ടുപിടിക്കണം. ഈ ബ്രെഡ് ഡെപ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓൾ അറൗണ്ട് ദ ബിൽഡിങ്ങിൽ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ വിഡ്ത്ത് എന്താണ്? ഈ 1 മീറ്റർ വരും. ദെൻ നമ്മളെ ഡെപ്ത്ത് എന്താ വരിക? എർത്ത് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഈ താഴെ കാണുന്ന ഈ 30 സെൻറ്റിമീറ്ററും അതിൻ്റെ തൊട്ട് മേലെ കാണുന്ന ഈ 60 സെൻറ്റിമീറ്ററും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റ് 0.3 മീറ്റേഴ്സ് എന്ന് കിട്ടും. ആ 0.9 മീറ്റേഴ്സ് എന്ന് കിട്ടും. ആ 1 മീറ്ററും ആ 0.9 മീറ്റേഴ്സുമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓൾ അറൗണ്ട് ദ ബിൽഡിംഗ് എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ ഫൗണ്ടേഷൻ്റെ എർത്ത് വർക്കിൻ്റെ വാല്യൂ കിട്ടും. ദെൻ എക്സ്ട്രാ ഫോർ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ആ ഭാഗത്ത് നമ്മൾ നെഗ്ലജിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നമുക്കൊരു സ്റ്റാൻഡേർഡ് വാല്യൂ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 0.74 ക്യൂബിക് മീറ്റർ. ഇത് നിർബന്ധമില്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിർബന്ധമില്ല ഈ സ്റ്റെപ്സിൻ്റെ വാല്യൂ ഇതിലോട്ട് ആഡ് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നോട്ട് എഴുതുമ്പം ഈ സ്റ്റെപ്പിൻ്റെ ഇതിൽ എല്ലാത്തിലും നമ്മളെ അതായത് എല്ലാത്തിലും മീൻസ് ഈ രണ്ട് ഭാഗത്തും ആഡ് എക്സ്ട്രാ ഫോർ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എഴുതിക്കോളണം നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം എഴുതിയെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആഡ് എക്സ്ട്രാ സ്റ്റെപ്സ് കൊടുക്കുകയാണെങ്കിൽ 0.74 ക്യൂബിക് മീറ്റേഴ്സ് കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ക്വാണ്ടിറ്റി കിട്ടും. ദെൻ സിമെൻറ്റ് കോൺക്രീറ്റിങ് നമ്മൾ പറഞ്ഞു എർത്ത് വർക്ക് ചെയ്തതിൻ്റെ മേലത്തെ പോർഷൻ താഴെയുള്ള ആദ്യം നമ്മൾ കുറച്ച് എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്ത കുറച്ച് പോർഷനിൽ നമ്മൾ കോൺക്രീറ്റിംഗ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അതെങ്ങനെ കിട്ടുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഈ ഫിഗറിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഏത് ഭാഗത്താണ് കോൺക്രീറ്റിംഗ് ചെയ്തിട്ടുള്ളത്. ഈ 1 മീറ്റർ കൊടുത്ത ഭാഗത്തല്ലേ കോൺക്രീറ്റിംഗ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഈ 60 സെൻറ്റിമീറ്റേഴ്സ് 45 സെൻറ്റിമീറ്റേഴ്സിലൊക്കെ ബ്രിക്ക് മേസൺറിയിലേ ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഈ 1 മീറ്ററും ഈ 30 സെൻറ്റിമീറ്റേഴ്സും ഉള്ള ഭാഗത്ത് എന്ത് ചെയ്യണം? നമ്മൾ സിമെൻറ്റ് കോൺക്രീറ്റിംഗ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിമെൻറ്റ് കോൺക്രീറ്റിംഗ് ഓൾ അറൗണ്ട് ദ ബിൽഡിംഗ് ലെങ്ത്ത് 21.40 ആണെങ്കിലും ബ്രെഡ്ത്ത് എന്താണ്? 1 മീറ്റർ ആണ്, ഡെപ്ത്ത് 0.3 മീറ്റേഴ്സാണ്. ക്ലിയർ ആയോ? ദെൻ നമ്മൾ എന്ത് ചെയ്യുക? അത് 3 മൾട്ടിപ്ലൈ ചെയ്താൽ നെറ്റ് ക്വാണ്ടിറ്റി കിട്ടും. ദെൻ ആഡ് എക്സ്ട്രാ ഫോർ സ്റ്റെപ്സ് ആസ് യൂഷ്വൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ 0.08 ക്യൂബിക് മീറ്റേഴ്സ്. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ ആഡ് ചെയ്താൽ സ്റ്റാൻഡേർഡ് വാല്യൂ എഴുതുക. ദെൻ ആഡ് ചെയ്തിട്ട് നെറ്റ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. ആ പോർഷൻ കഴിഞ്ഞു. ദെൻ എന്താണ് അടുത്തത്? റാൻഡം റബിൾ മേസൺറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മേസൺറി വർക്ക് ചെയ്ത പോർഷൻസാണ് നമുക്കിതിൽ കിട്ടേണ്ടത്. അപ്പോൾ ഓൾ അറൗണ്ട് ദ ബിൽഡിംഗ് ഇൻ ഫൗണ്ടേഷൻ നമുക്കറിയാം ലെങ്ത്ത് 21.40 ആണ്. ദെൻ നമുക്ക് എന്താണ് അടുത്തത്? മേസൺറി വർക്ക് വരുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്മെൻറ്റിൻ്റെ പോർഷനിലും ഫൗണ്ടേഷൻ വരുന്നുണ്ട്, RR മേസൺറി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫൗണ്ടേഷൻ്റെ പോർഷനിലും
പോർഷനിലും മേസൺറി വരുന്നുണ്ട് ഇല്ലേ? നോക്കിയേ, ഇതിൽ ഈ 60 സെൻറ്റിമീറ്റേഴ്സ് വരുന്ന ഭാഗത്തും മേസൺറി ഉണ്ട്, 45 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ഭാഗത്തും മേസൺറി ഉണ്ട്. അപ്പോൾ ഡെപ്ത്ത് നമുക്ക് കിട്ടി. ദെൻ ഹൈറ്റ് എന്താണ്? ഒന്ന് 60 സെൻറ്റിമീറ്റേഴ്സാണ്, ഒന്ന് 60 സെൻറ്റിമീറ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ആ വാല്യൂസ് ഇവിടെ ചെയ്തു, ഇവിടെ എഴുതി വെച്ചു. അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. കണ്ടോ, 21.40 നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. പിന്നെ 0.6/0.6 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മളെ ഫൗണ്ടേഷൻ്റെ ഡയമെൻഷനാണ്. 0.45 0.6 എന്ന് പറയേണ്ടത് എന്തിൻ്റെ ഡയമെൻഷനാണ്? നമ്മളെ ബേസ്മെൻറ്റിൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും. ദെൻ ആഡ് എക്സ്ട്രാ 4 സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇവിടെ 0.53 ആണ് വന്നത്. ഞാൻ വീണ്ടും പറയുന്നു, അത് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ സ്വന്തം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആഡ് ചെയ്യാണ്ട് കാൽക്കുലേറ്റ് ചെയ്തോളൂ, നോ പ്രോബ്ലം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് നെറ്റ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. ദെൻ അടുത്ത പോർഷൻ ഒരു കാണാൻ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫില്ലിംഗ് ദ ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് വിത്ത് എക്സ്കവേറ്റഡ് സോയിൽസ് ഇൻക്ലൂഡിങ് വാട്ടറിങ്, റാമിങ് എക്സെട്ര. ഈ പോർഷൻ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് മേസൺറി ചെയ്തിട്ട് പിന്നെ എന്താ ചെയ്യുക? അതിൻ്റെ ഉള്ളിൽ ഫുൾ മണ്ണ് നിറയ്ക്കൂലേ, തറയിൽ നമ്മൾ ഫൗണ്ടേഷനിൽ മണ്ണ് നിറയ്ക്കൂലേ? അപ്പോൾ ആ പോർഷനാണ് ഇവിടെ പറയുന്നത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഫിൽ ചെയ്യുന്ന ഭാഗം ജനറലി നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ബേസ്മെൻറ്റിൻ്റെ ഫില്ലിങ്ങിൻ്റെ പോർഷൻ എടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ ബേസ്മെൻറ്റ് ഇപ്പോൾ ഇൻ കേസ് ഇത് നമ്മളെ തറയുടെ പോർഷൻ ആണെങ്കിൽ നമുക്കിതിൽ എന്ത് ചെയ്യണ്ട? ഇതിൽ ഈ ഉള്ളിൽ കാണുന്ന പോർഷനിലല്ലേ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? മണ്ണ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ ചുമരിൻ്റെ പോർഷനല്ലേ വരുന്നത്, മീൻസ് നമ്മൾ മേസൺറിയുടെ പോർഷനല്ലേ വരുന്നത്. അപ്പോൾ ഉള്ളിലല്ലേ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആ മണ്ണ് ഫില്ല് ചെയ്യേണ്ട പോർഷൻ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. സോ നമ്മൾ ആദ്യം ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക. നമ്മൾ ഫസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്ത സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ചെയ്യണത്. മറിച്ച് നോക്കുക, അപ്പോൾ കാണും ഇൻസൈഡ് ദ ബേസ്മെൻറ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് 6.35 ആണ് നമ്മളെ ലോങ് വാളിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അതിൽ നിന്നും എന്ത് ചെയ്യുക? 0.45, അതായത് നമ്മളെ തിക്നെസ്, ആ ബേസ്മെൻറ്റിൻ്റെ തിക്നെസ് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 5.9 മീറ്റേഴ്സിന് കിട്ടും. അതാണ് എന്ത്? നമ്മളെ ലെങ്ത്ത്. ദെൻ ബ്രെഡ്ത്ത് നമുക്കറിയാം, നമ്മളെ ഷോർട്ട് ബോളിൻ്റെ ലെങ്ത്ത് 4.35 ആണ്, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. അതിൽ നിന്നും നമ്മളെ തിക്നെസ് മൈനസ് ചെയ്യുക, അതായത് 0.45. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3.9 മീറ്റേഴ്സിന് കിട്ടും. ക്ലിയർ? ദെൻ നമ്മളെന്താണ്? ഇൻസൈഡ് ബേസ്മെൻറ്റ് ഡെപ്ത്ത്, അതായത് എത്ര ആഴത്തിൽ മണ്ണിടണം എന്നുള്ളത് കിട്ടണ്ടേ. അതിന് നമുക്ക് 0.6 എന്ന് 0.10 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.5 എന്ന് കിട്ടും. ഈ 3 വാല്യൂസാണ് ഇവിടെ എഴുതുന്നുണ്ട്. ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക, ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ബേസ്മെൻറ്റിൽ മണ്ണ് നിറയ്ക്കുന്ന പോർഷൻ വരെ ആയി. ദെൻ അടുത്ത് നമ്മൾ കിടക്കാൻ പോകുന്നത് സൂപ്പർ സ്ട്രക്ചറിലോട്ടാണ്. അതായത് ഫൗണ്ടേഷനും കഴിഞ്ഞു, ബേസ്മെൻറ്റും കഴിഞ്ഞു. ദെൻ പിന്നെന്താണ്? ഇനി നമ്മൾ സൂപ്പർ സ്ട്രക്ചറിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. ദെൻ ഇതിൻ്റെ സൂപ്പർ സ്ട്രക്ചറിനകത്തെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾ അറൗണ്ട് ദ ബിൽഡിംഗ് ആണ് ഈ സൂപ്പർ സ്ട്രക്ചർ എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ചുമരുമ്മൽ ഇപ്പോൾ നമ്മൾ ഒരു ഫുൾ ബിൽഡിങ്ങിൽ ഒരു റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റൂമിൽ എന്തൊക്കെ ഉണ്ടാവും? കുറേ വിൻഡോസ് ഉണ്ടാവും, ഡോർ ഉണ്ടാവും, അതേപോലെ തന്നെ കബോർഡുകൾ ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മളെന്താണ് ഇതിൽ ഒരു വാളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ആ പോർഷൻസ് ഒന്നും ഒഴിവാക്കാണ്ട് ഫുള്ളായിട്ട് ആ പോർഷനും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? വാളിൻ്റെ ഡയമെൻഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡോറ്, വിൻഡോ, കബോർഡ് എന്ന് വരുന്ന പോർഷനൊക്കെ എന്ത് ചെയ്യണം? ആ വാളിൻ്റെ ഡയമെൻഷനിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഡിഡക്ഷനിൽ വരുന്നതാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യമേ ഓൾ അറൗണ്ട് ദ ബിൽഡിങ്ങിൻ്റെ ഡയമെൻഷൻ അവിടെ എഴുതി വയ്ക്കുക. അതായത് 21.40 ആണ് ഓൾ ലെങ്ത്ത്, 0.35 എന്ന് പറയുന്ന വാൾ തിക്നെസ് ആണ്, 3 മീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ റൂം ഹൈറ്റാണ്. അത് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം തുടങ്ങിയ സമയത്ത് ആ ഫിഗർ കാണിച്ചു തന്നപ്പോൾ പറഞ്ഞായിരുന്നു റൂം ഹൈറ്റ് 3 മീറ്റേഴ്സ് ആണെന്നുള്ളത്, 2+1 3 മീറ്റേഴ്സ് ആണെന്നുള്ളത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോറ്, വിൻഡോ, കബോർഡ് എന്നുള്ള ഈ ഡയമെൻഷൻസ് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ പ്രത്യേകം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഡോറിൻ്റെയും വിൻഡോൻ്റെയും കബോർഡിൻ്റെയും ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. ക്ലിയർ ആയോ? ഈ ഡയമെൻഷൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മളിവിടെ ജസ്റ്റ് എഴുതി കൊടുത്താൽ മാത്രം മതി.
ഇനി ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കബോർഡ് എന്ന് പറയുന്നത് നമ്മൾ ആ ചുമരിൽ ഫുള്ളായിട്ട് ആ ചുമര് തുളച്ചിട്ടല്ലല്ലോ നമ്മൾ കബോർഡ് വെക്കുന്നത്. ചുമരിൻ്റെ കുറച്ച് ഭാഗമല്ലേ. അപ്പോൾ ആ ചുമരിൻ്റെ നമ്മൾ കബോർഡിൻ്റെ ഡയമെൻഷൻ പറഞ്ഞ ആ തിക്നെസ് ചുമരിൻ്റെ തിക്നെസ്, അതായത് വാളിൻ്റെ തിക്നെസ്സിൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പോൾ 0.35 എന്ന് കബോർഡിൻ്റെ ഡയമെൻഷനായ 0.12 മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, നമ്മൾ അവിടെയുള്ള തിക്നെസ്, അതായത് അവിടെയുള്ള ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ദെൻ ഡെപ്ത്ത് 1.20 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഓൾ അറൗണ്ട് ഡയമെൻഷൻ എന്ത് ചെയ്യണം, ഈ 3 ഡോറ് വിൻഡോ കബോർഡിൻ്റെ വാല്യൂസ് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ഇനി അടുത്ത പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് മൈനസ് ചെയ്യാനുള്ളത് ഡോറിൻ്റെ മേലുള്ള ലിൻഡലിൻ്റെ പോർഷൻ, വിൻഡോൻ്റെ മേലുള്ള ലിൻഡലിൻ്റെ പോർഷൻ, കബോർഡിൻ്റെ മുകളിലുള്ള ലിൻഡലിൻ്റെ പോർഷൻ. ക്ലിയർ ആയോ? അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഈ ഡോറിൻ്റെ മേലുള്ള ലിൻഡലിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 1.45 ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ആ ഫിഗറിൽ തന്നിട്ടുണ്ട്. ഈ പ്ലാനിൽ നമ്മൾ ഈ പ്ലാൻ തന്ന സമയത്ത് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്നാണ് ഈ 1.45 എന്നുള്ള ഡയമെൻഷൻ കിട്ടുന്നത്. ഈ ലിൻഡലിൻ്റെ പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ 1 മീറ്റർ 45 സെൻറ്റിമീറ്ററിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ 1.45 എന്ന് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ വിൻഡോയ്ക്കും കബോർഡിനും ലിൻഡിൽ ഏകദേശം സെയിമായിരിക്കും നമ്മൾ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടാവും 1.35. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കബോർഡ് എന്താണ്, 2 കബോർഡ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്പർ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, 2 എന്ന് എഴുതാൻ മറക്കരുത്. ദെൻ 1.35 പിന്നെന്താണ് നമ്മൾ തിക്നെസ്, അതായത് നമ്മൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വോൾ തിക്നെസ് തന്നെ കൊടുത്താൽ മതി 0.35. ഡെപ്ത്ത് എന്ന് പറയുന്നത് 0.15 ആണ്. അതും എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ആ ഫിഗറിൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ കണ്ടോ, നമ്മളെ ലിൻഡലിൻ്റെ ഭാഗത്ത് വരുന്നത് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റേഴ്സ് ആണെന്നുള്ളത് തന്നിട്ടുണ്ട്, ഈ ലിൻഡലിൻ്റെ പോർഷൻ. അപ്പോൾ ഇതിങ്ങനെയാണ് നമുക്ക് 15 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടുന്നത്. ദെൻ എന്ത് ചെയ്യുക, അത് ഫുള്ള് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസേഴ്സ് കിട്ടും. ഈ ആൻസേഴ്സ് എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ 22.47 എന്ന് മൈനസ് ചെയ്യണം. കാരണം എല്ലാം ഡിഡക്ഷനാണ്. ഡോറ്, വിൻഡോ, ലിൻഡലിൻ്റെ പോർഷൻ എല്ലാം നമുക്ക് ഡിഡക്ഷനാണ് വരുന്നത്. മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതാണെന്ത്, നമ്മളെ നെറ്റ് ക്വാണ്ടിറ്റി. ഇനി അടുത്ത് നമ്മളെ പാരപ്പറ്റിൻ്റെ പോർഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്.